സാർ നമസ്കാരം. നമസ്കാരം. ഇന്നലെ ശബരിമല അയ്യപ്പൻ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് ഇരുട്ടടി കൊടുത്തു. രണ്ട് ചങ്കിനും, അദ്ദേഹം ഇരട്ടച്ചങ്കൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുക, രണ്ട് ചങ്കിനും മാറി മാറി അടി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന ചില കമൻറ്റുകൾ. പറഞ്ഞു വരുന്നത്, ശബരിമലയിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന അതിക്രമങ്ങളും കൊള്ളയും, അതുപോലെ തന്നെ ശബരിമല ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഏറ്റവും നന്നായി നടപ്പാക്കിയ പുണ്യം പൂങ്കാവനം എന്ന പദ്ധതിക്ക് തുരങ്കം വെച്ച ADGP MR അജിത് കുമാറിനെ ഇന്നലെ വകുപ്പ് തല നടപടികളുടെ ഭാഗമായി ആലപ്പുഴ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന സാഹചര്യത്തിൽ 2025 ദേവസ്വം പ്രസിഡന്റായിരുന്ന പിണറായി വിജയന്റെ സ്വന്തം നോമിനിയായിരുന്ന PS പ്രശാന്തിനെ, കോൺഗ്രസിൽ നിന്നും കൂറുമാറി CPM-ൽ ചേർന്ന PS പ്രശാന്തിന് പിണറായി വിജയൻ നൽകിയ സമ്മാനമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം. അദ്ദേഹത്തെയും ഇന്നലെ SIT അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഈ രണ്ട് പ്രഹരങ്ങളും പിണറായി വിജയന്റെ ഇരട്ട ചങ്കിനേറ്റ അടിയാണ് എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അയ്യപ്പ വിശ്വാസികൾ പങ്കുവച്ച അഭിപ്രായങ്ങൾ. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഈ രണ്ട് വിഷയത്തെയും നോക്കിക്കാണുന്നത്? ആദ്യമൊക്കെ തമാശന് ചിലർ പറയുമായിരുന്നു, പിണറായി വിജയന് ഇപ്പോൾ കണ്ടകശനിയുടെ സമയമാണ്, കണ്ടകശനി കൊണ്ടേ പോവുള്ളൂ. പക്ഷെ ഇപ്പോൾ ആ പറച്ചിൽ, ആ ജ്യോതിഷ പ്രവചനങ്ങൾ കുറച്ചൊക്കെ വിശ്വസിക്കാൻ തോന്നുകയാണ്. കണ്ടകശനിയാണെങ്കിൽ അത് കൊണ്ടേ പോകുന്ന ലക്ഷണങ്ങളാണ് എല്ലാ തരത്തിലും കാണിക്കുന്നത്. അതിൽ ഏറ്റവും പുള്ളിക്ക് കരുത്ത് നൽകേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ പോലും പുള്ളിയെ അലട്ടുന്നുണ്ട്, പിണറായി വിജയനെ അലട്ടുന്നുണ്ട്. ഇവിടെ ഇന്നലെ നടന്ന അറസ്റ്റ്, അത് പിണറായി വിജയനെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാല ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളും വെച്ചാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇത് മുഖ്യമന്ത്രിയിൽ തന്നെ ചെന്നെത്തും. മുഖ്യമന്ത്രിയിൽ ചെന്നെത്തും എന്ന് പറഞ്ഞൊരു കാരണം, രാജൻ കേസ് ചെന്നെത്തിയ അവസാനം മുഖ്യമന്ത്രിയിലാണ്, കെ കരുണാകരനിലാണ്. അതുപോലെ തന്നെ KP വിശ്വനാഥൻ്റെ കാലത്ത് ഫോറസ്റ്റിലുണ്ടായ, വനംവകുപ്പിലുണ്ടായ സംഭവം ചെന്നെത്തിയത് ഹൈക്കോടതിയുടെ കമൻറ്റിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നത് KP വിശ്വനാഥനാണ്. മുഖ്യമന്ത്രി മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയാണ് ഇത്. പിന്നെയുണ്ട് ഇഷ്ടംപോലെയുള്ള സംഭവങ്ങൾ. കോടതിയുടെ കമൻറ്റിൻ്റെ പേരിൽ കരുണാകരനുണ്ടായി, MV ജയരാജന് ക്ഷമ പറയേണ്ടി വന്നു കോടതിയിൽ. അങ്ങനെ പല തരത്തിൽ കോടതിയുടെ കമൻറ്റുകളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം, അജിത് കുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പം സംഭവിച്ചത് ഈ പലതിൻ്റെയും കവചമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ദിവ്യ സൈര് പറഞ്ഞ പോലെ എല്ലാവരുടെയും കവചം അജിത് കുമാറായിരുന്നു. BJP നേതാക്കളുടെ കവചമായിരുന്നു അജിത് കുമാർ, ഇവരുടെ നേതാക്കളുടെ കവചമായിരുന്നു അജിത് കുമാർ. നാളെ കോൺഗ്രസ് നേതാക്കളുടെ കവചമായി മാറുമോ എന്ന് സംശയിക്കുന്ന ഒരു സമയത്താണ് അജിത് കുമാറിൻ്റെ അറസ്റ്റ് നടക്കുന്നത്. അത് ഇന്ന് മാത്രം മുമ്പോട്ട് പോകും നമുക്കറിയില്ല. അപ്പോൾ അജിത് കുമാറിൻ്റെ സ്വാധീനം എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു പാർട്ടി, ഇപ്പോൾ ശബരിമല കൊള്ള അജിത് കുമാറൊക്കെ കൂടെ ഇടപെട്ട് തല്ലാനും കൊല്ലാനും ഒക്കെ പോയതാണ്. ശബരിമല പോലും തല്ലുണ്ടാക്കി തരാം. ആദ്യത്തെ സമരത്തിൽ, യുവതീ പ്രവേശന വിഷയമായിട്ടുള്ള സമരത്തിൽ അയ്യപ്പ ഭക്തരെ തല്ലാൻ നേരിട്ട് ഉത്തരവ് കൊടുത്തയാൾ, അല്ലെങ്കിൽ നേരിട്ട് ഡയറക്ഷൻ കൊടുത്തയാൾ അജിത് കുമാറാണ്. അതെ, അങ്ങോട്ട് ഇപ്പോൾ ADGP MR അജിത് കുമാർ ശബരിമലയിൽ നടത്തിയ ഒരു വിവാദ യാത്രയുണ്ടായിരുന്നു. അതായത് ശബരിമലയെ സന്നിധാനത്തിലേക്ക് പമ്പയിൽ നിന്നും ട്രാക്ടറിലാണ് അവിടെ ശബരിമല സന്നിധാനത്തിൽ ചരക്ക് നീക്കം നടത്തുന്നത്. അതുപോലെ അളവറ്റ മാലിന്യങ്ങളും നീക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈ ചരക്ക് നീക്കത്തിൻ്റെ ഭാഗമായോ മാലിന്യ നീക്കത്തിൻ്റെ ഭാഗമായോ ആണോ എന്നറിയില്ല, ഈ ട്രാക്ടറിൽ കയറി ADGP MR അജിത് കുമാർ യാത്ര ചെയ്തു. അത് വലിയ കൃത്യവിലോപം തന്നെയായിരുന്നു. അത് CCTV ഇല്ലാത്ത ഇടങ്ങളിലൂടെയാണ്, അവിടെ പോയിട്ടാണ് ഈ ട്രാക്ടറിൽ MR അജിത് കുമാർ കയറിയതും പിന്നീട് സന്നിധാനത്തിൽ ചെന്നിറങ്ങുന്നതെല്ലാം ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാർ മൊബൈൽ ഫോൺ, അതുപോലെ കള്ളത്തരത്തിൽ. അതെ, നോക്കൂ. അപ്പോൾ ശബരിമലയിൽ ഇത്രത്തോളം വലിയ പ്രശ്നങ്ങൾ അന്ന് ഈ യുവതീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഈ MR അജിത് കുമാർ അന്നേ തന്നെ കരിമ്പട്ടികയിലുണ്ടായിരുന്നു. ഭക്തന്മാരുടെ മനസ്സിലെ കരിമ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു.
മാത്രമല്ല ശബരിമലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ശ്ലാഘിച്ച ഒരു സംഭവമാണ് പുണ്യപൂങ്കാവനം. പ്ലാസ്റ്റിക് നിരോധനം ശബരിമലയിൽ കൊണ്ടുവരണം, ചെല്ലുന്ന ഓരോ ഭക്തന്മാർക്കും അവിടെ സ്വാമിയുടെ പൂങ്കാവനം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ചെന്ന് തൊഴുതു പോരുമ്പോൾ നമ്മുടേതായ ഒരു മാലിന്യം പോലും, അത് ഈ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ചെല്ലുന്ന പനിനീരിൻ്റെ കുപ്പിയോ കർപ്പൂരത്തിൻ്റെ പ്ലാസ്റ്റിക് കവറോ ഒന്നും അവിടെ അവശേഷിപ്പിക്കാൻ പാടില്ല. അത് കൃത്യമായി ഈ IG വിജയൻ്റെ നേതൃത്വത്തിൽ അവിടെ നടപ്പാക്കപ്പെട്ടു. പുണ്യം പൂങ്കാവനത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ ക്രെഡിറ്റ് അവകാശപ്പെടുന്നതിൻ്റെ ആദ്യത്തെ വ്യക്തി ഈ IG വിജയൻ തന്നെയായിരിക്കും. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മൻ കി ബാത്ത് എന്ന പരിപാടിയിൽ റേഡിയോയിലൂടെ അദ്ദേഹം ഈ IG വിജയൻ്റെ പേരെടുത്ത് പറഞ്ഞത് ADGP MR അജിത് കുമാറിന് വലിയ കലിപ്പുണ്ടാക്കി. ഏലത്തൂർ ട്രെയിൻ കത്തിക്കുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ മുൻ മന്ത്രി മധു ദാന്തവതയുടെയൊക്കെ സ്ഥലമാണ്, അവിടെയാണ് ഈ പ്രതി ഒളിച്ചത്. അവിടെ നിന്ന് ഈ പ്രതിയെ, അതെ രത്നഗിരി, അവിടെ നിന്ന് ഈ പ്രതിയെ കേരള പോലീസ് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഈ IG വിജയൻ ചോദിച്ചു, നിങ്ങൾ എവിടെ എത്തി എന്ന് വിളിച്ച് ചോദിച്ചു. അത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ADGP MR അജിത് കുമാർ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ നോക്കൂ, ADGPയുടെ അതേ ക്രമസമാധാന ചുമതലയുള്ള കസേര വലിച്ചിട്ടിട്ടാണ് ഈ IG വിജയൻ ഇരിക്കുന്നത് എന്നുള്ളത് വലിയ വിരോധാഭാസമാണ്. അയ്യപ്പൻ കൊടുത്തൊരു സ്ഥാനക്കയറ്റം തന്നെ. ഇവിടെ അയ്യപ്പൻ കൈ പിടിച്ചിറക്കിയിരിക്കുന്നു ADGP MR അജിത് കുമാറിനെ. അതുപോലെ തന്നെയാണ് ശബരിമലയിൽ നടന്ന എല്ലാ സ്വർണ്ണക്കൊള്ളയും, അതായത് 2019 മുതൽ നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ഈ സ്വർണ്ണക്കൊള്ളക്കാർക്ക് കൂട്ടുനിന്ന് PS പ്രശാന്തൻ എന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുദ്രാവാക്യം വിളിച്ച അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ അവഹേളിച്ച PS പ്രശാന്തൻ എന്ന പിണറായിയുടെ ഏറ്റവും വലിയ ശിങ്കിടി ഇന്നലെ SIT അറസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പം കൂടെ എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. സാറ് പറഞ്ഞതുപോലെ കണ്ടകശനി ബാധിച്ചാൽ അത് കൊണ്ടേ പോകും. പക്ഷെ കണ്ടകശനി ബാധിച്ചാലും ഈ ശനിദോഷം മാറുന്നതിന് വേണ്ടി നമ്മൾ നീരാജനമൊക്കെ നടത്തുന്ന അയ്യപ്പൻ്റെ നടയിൽ തന്നെയാണ്. ആ അയ്യപ്പനെ തന്നെ മാന്തുന്ന ഒരു പ്രവണതയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അയ്യപ്പൻ തന്നെ അവിടെ കണ്ണടച്ചിരിക്കുന്നു. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, ഇനി ഞാൻ വിചാരിച്ചാലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന തരത്തിൽ അയ്യപ്പൻ കൃത്യമായ പണി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും സതീശനൊന്നും ഇപ്പോൾ അധികാരത്തിൽ വരേണ്ട സമയം അല്ലെങ്കിൽ മാറ്റി വയ്ക്കുമോ, അവർ തൂക്കുമോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും മന്ത്രിയാകുമോ ഒക്കെ ചെയ്യാമായിരുന്നു. തീർച്ചയായും അതിന് പകരം വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യാത്ത 2 പേരാണ് ഇപ്പോൾ ഈ സ്ഥാനങ്ങൾ വഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രശാന്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ എല്ലാവരും പത്മകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദൈവതുല്യനായ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന്, ഇപ്പോൾ പ്രശാന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പ്രശാന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ അജിത് കുമാർ പറഞ്ഞു, ദൈവതുല്യനായ ആൾ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് കൃത്യം പിൻ പോയിൻ്റ് ചെയ്ത് ഒരു സംശയവും കൂടാതെ അത് പറയാൻ പറ്റും. പത്മകുമാർ ഉദ്ദേശിച്ച മറ്റാരെയുമല്ല, സാക്ഷാൽ പിണറായി വിജയനെ തന്നെയാണ്. തർക്കമില്ല. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ദൈവതുല്യൻ തന്നെയാണ്. കാരണം നോക്കൂ, ഈ ദൈവതുല്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുടെ ഏറ്റവും വലിയ ചാർച്ചക്കാരനായിരുന്നു, അടുത്ത ആളായിരുന്നു ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N. വാസു. അദ്ദേഹം കൊല്ലത്തുകാരൻ തന്നെയാണ്. അപ്പോൾ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അംഗം കൂടി, മന്ത്രി ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗം കൂടിയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ ദേവസ്വം കമ്മീഷൻ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടി ഏറ്റുവാങ്ങിയ ആളാണ്. അതുപോലെ തന്നെ നോക്കൂ, പത്മകുമാർ, ഈ ദൈവതുല്യൻ എന്ന പ്രയോഗം നടത്തിയ പത്മകുമാർ കോന്നി MLA CPM-ന്റെ MLA ആയിരുന്നു. അതും CPM-ന്റെ നോമിനി ആയിട്ടുള്ള ആള്, ആ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ആള്. അദ്ദേഹത്തെ ജയിലിലടച്ചു SIT. ശേഷം ഇപ്പോൾ പ്രശാന്തിനും കൂടി അകത്തേക്ക് വരുമ്പോൾ തീർച്ചയായും ഇത് മാത്രമല്ല, 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കുറച്ച് നാൾ മാത്രം ഞാൻ മനസ്സിലാക്കുന്നത് ഈ G. സുധാകരൻ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നത്. പിന്നീട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ വാസവനും ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തു. ഈ കേസിൻ്റെ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ രമേശ് ചെന്നിത്തലയും DD സതീശനും ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരനുമെല്ലാം ശബരിമല വിഷയത്തിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളൊരു നിഷ്പക്ഷമായൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഈ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്കും വാസവനിലേക്കുമെല്ലാം എത്തും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ
കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT അന്വേഷണം കടന്നു ചെല്ലും എന്നുള്ളൊരു ഘട്ടത്തിലാണ് അന്വേഷണം അവിടെ മന്ദീഭവിച്ചത്. അതെ, സഡൻ ബ്രേക്ക് ഇട്ടത് എന്നൊരു ആക്ഷേപം ജനങ്ങൾക്കിടയിലുണ്ട്, അയ്യപ്പ വിശ്വാസികൾക്കിടയിലുണ്ട്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ അയ്യപ്പ ഭക്തനാണ്. അദ്ദേഹം എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഒരാൾ തന്നെയാണ്. അതുപോലെ രമേശ് ചെന്നിത്തലയും അയ്യപ്പ ഭക്തനാണ്. മുരളീധരനും കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. കരുണാകരൻ വലിയൊരു ഭക്തനായിരുന്നു അയ്യപ്പൻ്റെ. അപ്പോൾ പല കുറി കരുണാകരന് മല കയറാനുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മുദ്ര നിറച്ച് ശബരിമലയ്ക്ക് പോയ ഒരാൾ കൂടിയാണ് മുരളീധരൻ. അപ്പോൾ ഇവരെല്ലാവരും താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നീതി നിർവഹണം നടക്കണം, നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം, ശാസ്താവിൻ്റെ തിരുവാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടത് അവിടെ കണ്ടെത്തണം, തിരിച്ച് ഭക്തസമൂഹത്തോട് നീതി പുലർത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ ദൈവതുല്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളിലേക്കുമെല്ലാം അന്വേഷണം നീളും. കാരണം ദേവസ്വം പ്രസിഡന്റുമാരോ കമ്മീഷണർമാരെയൊക്കെ ഓരോരുത്തരെയായിട്ട് അറസ്റ്റ് ചെയ്തു. കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ പുല്ലുപോലെ അവർ ഇറങ്ങിപ്പോയി. പക്ഷേ ഇപ്പോൾ സർക്കാർ മാറിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ സർക്കാരിൻ്റെ കൂടെ കൃത്യമായ നിലപാടുകൾ ഉണ്ടാകുമ്പോൾ ഇനി ദേവസ്വം പ്രസിഡന്റിൽ നിന്നും ദേവസ്വം മന്ത്രിയിലേക്കും ദേവസ്വം മന്ത്രിയിൽ നിന്നും അതുക്കും മേലെ ഉണ്ടായിരുന്ന മന്ത്രിയിലേക്കുമെല്ലാം അന്വേഷണം വ്യാപിക്കും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള തർക്കമില്ല. കടകംപള്ളി സുരേന്ദ്രൻ എന്ന മന്ത്രിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു അവസരത്തിലാണ് തന്ത്രിയെ കുരുക്കി മന്ത്രിയെ രക്ഷിച്ചത് എന്നുള്ളൊരു ആക്ഷേപം കൂടി അതിലുണ്ടായിരുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ കൂനാക്കുരുക്കാണ് ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയൻ്റെ വിശ്വസ്തൻ വലങ്കൈ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ADGP MR അജിത് കുമാറിനെയും ഇന്നലെ സസ്പെൻഷൻ നടപടികൾക്ക് വിധേയമാക്കിയിരിക്കുമ്പോൾ തീർച്ചയായും ഇത് കേരളത്തിലെ സമകാലീന രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ ഒച്ചപ്പാടുകളും വിവാദങ്ങളും ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതേ തുടർന്നുണ്ടാകുന്ന നടപടികളിലേക്കാണ് ഇനി ജനം നോക്കിയിരിക്കുന്നത്. എല്ലാ വകുപ്പിനെയും ബാധിക്കുന്ന രീതിയിലേക്ക് വരും. ഇത് ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റാത്ത ഒരു പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് വിചാരിച്ചാലും ഇപ്പോൾ അജിത് കുമാറിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു സേവിയർ, രക്ഷാമുഖമാണ്. എന്നാൽ രക്ഷാപ്രവർത്തനം നടത്താൻ ചുമതലപ്പെടുത്തിയിരുന്ന ആൾ തന്നെ രക്ഷിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. കപ്പിനിടയിൽ DGP സ്ഥാനം നഷ്ടമാകുന്നു എന്നുള്ള ഒരു താങ്കൾ അതിനിടയ്ക്ക് പറഞ്ഞു, ഞാനത് കയറി പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ആളുടെ ഇതിനകത്ത് നഷ്ടക്കച്ചവടം വരാനിരിപ്പുണ്ട്. ഇപ്പോൾ CPM ഒരു പുനഃസംഘടന നടക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ അവസാനം യോജിച്ച് പോയി ഒരു പുനഃസംഘടന വേണം, പാർട്ടിയിൽ അത്യാവശ്യം നേതൃമാറ്റം വേണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് തീർച്ചയായും നമ്മൾ ചർച്ച ആളുടെ പേരോടെ ആളുടെ അങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നൊരു പേരായിരുന്നു VN വാസവൻ്റേത്. പക്ഷേ പ്രശാന്തിൻ്റെ അറസ്റ്റോടുകൂടി അല്ലെങ്കിൽ സസ്പെൻഷനോടുകൂടി ഇത് VN വാസവൻ്റെ ചാൻസും പുറകോട്ട് പോയിരിക്കാൻ ചാൻസ് ഉണ്ട്.